രക്ഷയില്ല അല്ലേ? ഒന്നും പറയാൻ നേരമില്ല. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. ഒരു അടിപൊളി ബീഫ് റോസ്റ്റ്. ബാബുവേട്ടൻ തിരക്ക് വീട്ടിൽ തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതല്ലത്, എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നന്നായിട്ട് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കുക കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കണം. ഇതിൽ നല്ല ബ്ലഡ് ഉണ്ടാവും. ഒരു 3-4 പ്രാവശ്യം നല്ലോണം കഴുകണം. കുറച്ച് ഉപ്പ്, നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും ഇപ്പോൾ ആദ്യം നമുക്ക് വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ അടുപ്പത്ത് വെക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, കാരണം ബീഫ് വേവുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഊർന്ന് വരും. ബീഫിനങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. എന്താ സ്മെല്ല്! അപ്പോൾ മസാല ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല ബീഫിൻ്റെ നല്ലൊരു സ്മെല്ല് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് നമുക്ക് വാരി എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് മസാല ആക്കാൻ. ഓക്കെ, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ബീഫിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഇട്ടിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വേപ്പിൻ്റെ ഇല ഇട്ടാലേ ചെറിയ മണം നമുക്ക് പിടിച്ചോളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത പാത്രം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ എണ്ണയുണ്ട്, അതിൻ്റെ കുറച്ച് മുരികളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി 2ആയിട്ട് കീറിയതാണ് കേട്ടോ. ഒരു 1/2 കിലോ ചെറിയുള്ളി ഉണ്ട് 2 കിലോ ബീഫിൽ. ഇത് നന്നായി ഇങ്ങോട്ട് വഴറ്റാണ്ട്. ഇനി മസാലയൊക്കെ ഇതിലാണ് വരിക. പച്ചമുളകും ഇതിൻ്റെ കൂടെ കണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം ഉപ്പിട്ട് കൊടുക്കണ്ടേ. ലേശം ഞാൻ, കാരണം ബീഫിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ ലേശം ഇടുന്നുള്ളൂ. കുറച്ച് വേപ്പിൻ്റെ ഇല, ഇത് കുറച്ച് വെളുത്തുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി,
പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത് പച്ച കുരുമുളകാണ് കേട്ടോ. ഒരു വെറൈറ്റി നല്ലൊരു ടേസ്റ്റാവും. പച്ചക്കുരുമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് നല്ലോണം. കാരണം നമ്മൾ ചുവന്ന മുളക് പൊടി കുറച്ച് ഇടുന്നുള്ളൂ ഇനി ഇതിൽ. അപ്പോൾ പച്ചക്കുരുമുളകാണ് നമ്മൾ കൂടുതലായിട്ട് സ്പൈസിക്ക് വേണ്ടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് തക്കാളി നന്നായി ചെറുതാക്കി അരിഞ്ഞ കേട്ടോ. ഒരു 2-3 തക്കാളി ഉണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി ലേശം നമ്മൾ ഇടുന്നുള്ളൂ കേട്ടോ. ലേശം മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പച്ചക്കുരുമുളകിൻ്റെ പുറമേയാണ് കേട്ടോ ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ബീഫിൻ്റെ വെള്ളം കേട്ടോ, ബീഫ് വേവിച്ച വെള്ളമാണ്, അത് ഇതിലോട്ട് ഒഴിക്കേണ്ടത്. ഇതൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ഫ്രൈ ചെയ്ത ബീഫ് ഇതിലേക്ക് ഇടുന്നത്. അതിന് മുന്നേ നമുക്ക് കുറച്ചും കൂടി വേപ്പിൻ്റെ മല്ലിച്ചപ്പൂ ഇതൊക്കെ ഇതിലോട്ട് ഇടാം. നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം, പെട്ടെന്ന് തിളച്ചോട്ടെ. ആഹാ, നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് മസാല. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് കണ്ടിടാം. ബീഫ് ഫ്രൈ ചെയ്ത ബീഫിനെ നമ്മൾ ഇടാൻ പോകട്ടോ. വയ്യ. അയ്യോ, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം ഒരു ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഗരം മസാല. ഓക്കെ, ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഓക്കെ, 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. അടച്ചു വെക്കാം. ഓക്കെ, എന്താ സ്മെല്ല് കേട്ടോ. ആ ബീഫ് ഇങ്ങോട്ട് ആ പച്ച കുരുമുളകിൽ ഇങ്ങോട്ടേ യോജിച്ചിങ്ങോട്ട് വരുന്നതിൻ്റെ ആ സ്മെല്ല് ഇങ്ങോട്ട്. നമ്മോടൊപ്പം ഇന്ന് പുതിയൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ഹുസൈൻ തട്ടത്താഴത്ത് നമ്മോടൊപ്പം നമ്മുടെ രുചി കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയൊരു അതിഥി നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഘട്ടത്തേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് കുറച്ച് വെല്ലുള്ളി നമ്മൾ ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ കടിക്കാട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞാടാം. സ്വയംഭരായിട്ട് കേട്ടോ. കറുത്ത് ഇങ്ങോട്ട് വന്നിട്ടേ നല്ല അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ട് പറയാട്ടോ. അതെ, സൂപ്പറാണോ? വയ്യ. അടുത്ത നമ്മളെ ഹുസൈൻ കാർഡ് ചോദിച്ചോട്ടെ. എന്തായാലും പാടത്ത് വന്നിട്ടേ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഓ രക്ഷയില്ല.
രക്ഷയില്ല അല്ലേ? ഒന്നും പറയാൻ നേരമില്ല, അതുകൊണ്ടാണ്. അതെന്തായാലും പൊളിച്ച്. ഷാഗേ സൂപ്പറാണാ? സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അതെ, സമയത്ത് പറയാൻ ടൈമല്ല, വിശപ്പാണ്. ഓക്കെ, നമ്മുടെ മെയിൻ താരങ്ങളിത് അവിടെ. എങ്ങനെയുണ്ട് മുത്തേ? അടിപൊളിയായ? സൂപ്പറായിണ്ടാ? അടിപൊളി ചോദിക്കണ്ട സമയമില്ല. അടിപൊളി അല്ലേ? കഴിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായി ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.